ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ പലർക്കും പറയാൻ വിഷമമുള്ളൊരു വിഷയം പരിചയപ്പെടുത്താം. ഗർഭകാലത്ത് യോനിവേദന ഇത് സാധാരണമാണോ, ഭീഷണിയാണോ, വീട്ടിൽ എന്ത് ചെയ്യണം, എപ്പോൾ ഡോക്ടറെ കാണണം, എന്തുകൊണ്ടാണ് വേദന വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഗർഭകാലത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പെൽവിക് ഏരിയയിൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. ഇതിനാൽ ഉണ്ടാവുന്ന സാധാരണ കാരണങ്ങൾ നോക്കാം. ഒന്നാമതായി ലിഗമെന്റ് സ്ട്രെച്ചിങ്. ഗർഭപാത്രം വലുതാകുമ്പോൾ റൗണ്ട് ലിഗമെന്റ് സ്ട്രെച്ച് ആകുന്നത് മൂലം താഴ്വയറ്റിൽ നിന്ന് യോനിയ വരെ വേദന അനുഭവപ്പെടാം. രണ്ടാമതായി പ്രഷർ ഓൺ നെർവ്സ്. കുഞ്ഞിൻ്റെ അനക്കം കൂടുമ്പോൾ പെൽവിക് നെർവ്സിന് സമ്മർദ്ദം ഉണ്ടാകും. മൂന്നാമതായി വജൈനൽ വെരിക്കോസ് വെയിൻ. യോനിക്കു ചുറ്റും വെയിൻ വളർച്ച കാരണം ഭാരം, വേദന, പുള്ളിങ് സെൻസേഷൻ ഉണ്ടാകാം. നാലാമതായി ഹോർമോണൽ ചേഞ്ചസ്. റിലാക്സിൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ കാരണം മസിൽസ് ലൂസ്നെസ്, സ്ട്രെച്ചിങ് പെയിൻ ഉണ്ടാകാം. നോർമൽ പെയിൻ ആണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. കുഞ്ഞ് ചലിക്കുമ്പോൾ കുത്തിവെക്കുന്ന പോലെ വേദനയുണ്ടാകാം. നടക്കുമ്പോൾ പെൽവിക് ഏരിയയിൽ വേദനയുണ്ടാകാം. അധിക നേരം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പെയിൻ അനുഭവപ്പെടാം. ബാത്റൂമിൽ പോകുമ്പോൾ പെൽവിക് ഏരിയയിൽ സമ്മർദ്ദം അനുഭവപ്പെടാം. ഇതൊക്കെ നോർമൽ പെയിനുകളാണ്. ഇതെല്ലാം കുറച്ചു നേരത്തേക്ക് മാത്രം ഉണ്ടാകും. അപകട സാധ്യതകളുള്ള പെൽവിക് പെയിനുകൾ എന്തെല്ലാമെന്ന് നോക്കാം. പെൽവിക് ഏരിയയിൽ അതിശക്തമായും തുടർച്ചയായും പെയിൻ അനുഭവപ്പെടാം. ബ്ലീഡിംഗ് ഉണ്ടാകുകയാണെങ്കിൽ ഇതൊരു അപകട സൂചനയാണ്. യൂറിൻ ഇൻഫെക്ഷനോട് കൂടി കഠിനമായ വേദന അനുഭവപ്പെട്ടാൽ ഇത് നോർമൽ പെയിൻ അല്ല എന്ന് തീരുമാനിക്കാം. അതിനോടൊപ്പം വാട്ടർ ലീക്ക് ആവുകയാണെങ്കിൽ ഇതൊരു അപകടമായ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇത് പ്രീടേം ലേബറിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. നോർമൽ പെയിൻ ആണെങ്കിലും ഈ പെയിൻ വരുന്നത് കുറയ്ക്കാനായി വീട്ടിൽ ചെയ്യാവുന്ന ചില ലളിത മാർഗങ്ങൾ നോക്കാം. അധികവും ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് ഉറങ്ങാൻ ശ്രമിക്കുക. അടിവയറ്റിലോട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒപ്പുക. മെറ്റർനിറ്റി സപ്പോർട്ടീവ് ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുക. പെൽവിക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ബെൽറ്റ് യൂസ് ചെയ്യുക. ഡോക്ടറുടെ അഡ്വൈസ് എടുത്തു മാത്രം ബെൽറ്റ് യൂസ് ചെയ്യുക. അധിക നേരം നിൽക്കുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള ജോലികൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്ലോ വാക്കിംഗ്, മൈൽഡ് ആയിട്ടുള്ള സ്ട്രെച്ചസും ചെയ്യാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. യാതൊരു തീരുമാനം എടുക്കുമ്പോഴും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം ചെയ്യുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. പെയിൻ കില്ലേഴ്സ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതും ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പെൽവിക് എക്സസൈസുകൾ നോക്കാം. കിഗിൽ എക്സസൈസ്. യൂറിൻ ഹോൾഡ് ചെയ്യുന്നത് പോലെ പെൽവിക് ഏരിയയെ 5 സെക്കൻഡ് ടൈറ്റ് ആയി ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. ഇത് ഡെയിലി 10 to 20 ടൈംസ് എങ്കിലും ചെയ്യുക. പെൽവിക് ടിൽറ്റ്. ബാക്കിൽ കിടന്ന് നീസ് ബെൻഡ് ചെയ്ത് കൈ ഫ്ലോറിലേക്ക് പ്രസ് ചെയ്ത് നിർത്തുക. പതിയെ പെൽവിക്കിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. സ്ലോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. യാതൊരു എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. ഗർഭകാലത്ത് വജൈനൽ പെയിൻ പലപ്പോഴും സാധാരണമായ ഒരു ബോഡി ചേഞ്ചസ് ആണ്. നമ്മുടെ ശരീരം കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്താൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും സിവിയർ ആയിട്ടുള്ള പെയിൻ മേൽ പറഞ്ഞ അപകട സാധ്യതകൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണേണ്ടത് അനിവാര്യമാണ്. ആത്മവിശ്വാസത്തോടെ ശരിയായ കെയർ കൊണ്ടും സുഖപ്രദമായ ഒരു ഗർഭകാലം നമുക്ക് നേടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പ്രഗ്നൻസി ടോപ്പിക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.